ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ചിക്കൻ ഇല്ലാതെ തന്നെ ചിക്കൻ കട്ട്ലറ്റിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കട്ട്ലറ്റ്. സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സോയാ ചങ്ക്സിൻ്റെ ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഒരു ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് സോയാ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു കൈപ്പിടി എടുത്താൽ മതി. അപ്പോൾ വലിയ സോയാ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം. നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കുക്കായി കിട്ടും. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കട്ട്ലറ്റിന് വേണ്ടുന്ന ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഈ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ വീർത്ത് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അരിപ്പിലോട്ട് ഞാനതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് പച്ചവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു പാത്രം പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ജലാംശം എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. സോയാ ചങ്ക്സ് ഇഷ്ടമില്ലാത്ത ചിലരെങ്കിലും ഉണ്ടാവും. പക്ഷേ ഈ രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അറിയത്തില്ല ഇത് സോയാ ചങ്ക്സ് ആണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത ആ ഒരു സോയാ ചങ്ക്സ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ വേണം ഇരിക്കാൻ. ഈ ഒരു ഫോമിൽ വേണം ഇരിക്കാൻ. ഒരുപാട് കുഴഞ്ഞൊന്നും പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ രീതിയിൽ വേണം ഇരിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ഉണ്ടാക്കാനുള്ള പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഓയിലിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം മാറി ഒന്ന് മൂത്ത് വരുന്ന ഒരു മണം വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണ്ട. ഒരു ചെറിയ ഒരു ലൈറ്റ് യെല്ലോ കളർ വന്ന് തുടങ്ങുന്ന സമയം വരെ വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്ര തന്നെ ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് ഇടാത്തത് കൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തത്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ കറക്റ്റ് നമുക്ക് ചിക്കൻ കട്ട്ലറ്റിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടും. മസാല ഒന്ന് മൂത്തപ്പോൾ നമ്മൾ അതിലേക്ക് സോയാ ചങ്ക്സ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി സോയാ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തും മസാല പറ്റുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അത് ആ ഒരു മസാലയുടെ എല്ലാ ഫ്ലേവേഴ്സും സോയാ ചങ്ക്സിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റും ബീൻസും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, ക്യാരറ്റൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ബീൻസും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. സോയാ ചങ്ക്സ് നന്നായിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് വെള്ളം വരിഞ്ഞ് നല്ല ഡ്രൈ ആയി കിട്ടണം. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ക്യാരറ്റും ബീൻസും ഒന്ന് ആവി കയറി ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്ര തന്നെ മതി. ഇപ്പോൾ ഒന്ന് ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരുന്നതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയും ഉരുളക്കിഴങ്ങും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കട്ട്ലറ്റിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങയേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ കട്ട്ലറ്റ് എപ്പോഴും ഒരു റൗണ്ട് ഷേപ്പിന് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ഷേപ്പിനാണ് ഞാനും ഇപ്പോൾ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ചതുരമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതി ചെയ്താൽ മതി. അപ്പോൾ ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മസാലയിൽ വെള്ളം കൂടിയും പോകരുത്, ഒട്ടും കുറഞ്ഞും പോകരുത്. മസാലയിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ പൊതിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാലും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും മസാല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു അളവിന് തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കണം. അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് എടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈദാപ്പൊടി എടുത്ത് കലക്കിയെടുത്താലും മതി. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ്. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും തിക്കായിരിക്കരുത്, നല്ല ലൂസായിട്ടിരിക്കണം. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുട്ട എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം വേണ്ടത്. തിക്കായിട്ടിരിക്കരുത്, നല്ല ലൂസായിട്ടിരിക്കണം. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇതിലേക്ക് എടുത്ത് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ വെള്ളത്തിൻ്റെ അളവ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ബാറ്ററിൽ മുക്കിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അതിന് നല്ലതുപോലെ എല്ലാ സൈഡിലും നല്ലതുപോലെ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് ഭാഗത്തും നല്ലതുപോലെ ആക്കി കൊടുക്കണം. അതേപോലെ സൈഡിൽ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ്സും കൂടെ നമുക്ക് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഒരു ഓവറായിട്ട് ഹീറ്റ് ആയതല്ല, ഒരു മീഡിയം ചൂടിലിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചു മറിച്ചു ഇടുന്ന സമയത്തും ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് തിരിച്ചു മറിച്ചു ഇട്ട് രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുക്കാറായി. നമുക്ക് എടുത്തൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കാം. കാരണം നല്ല ഓയിൽ കാണും. അപ്പോൾ അതൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തൊരു ടിഷ്യൂ പേപ്പറിലോട്ടോ മാറ്റി കൊടുക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഓരോ തവണയും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ബ്രെഡ് ക്രംസ് കരിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കരിഞ്ഞ പൊടിയൊക്കെ ഒന്ന് കോരി മാറ്റാൻ ശ്രദ്ധിക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് അതിലേക്കൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പൊടി നമ്മൾ കോരി കളഞ്ഞാൽ നമുക്ക് ഓരോ തവണയും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് കട്ട്ലറ്റ് സെർവിങ് പ്ലേറ്റിലോട്ട് മാറിയിട്ടുണ്ട്. നല്ല അടിപൊളി യമ്മി ആയിട്ടുള്ള സോയ ചങ്ക്സ് കട്ട്ലറ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.